വാക്സിൻ നമുക്ക് ദൈവം അത്ഭുതകരമായിട്ട് ജീവിക്കാൻ ദൈവം സഹായിച്ചു. We are back in the house of the Lord once again to worship Him and to praise Him and to give Him glory and honor for everything that He has done. We cannot count everything that He has done. He has led us in a very miraculous way, marvelous way. ദൈവം നമുക്ക് വളരെ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നമ്മെ അതിശയകരമായി പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപയിൽ ദൈവം നമ്മെ നടത്തി. ഇത് നാം ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന്റെ ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നാം ഇന്ന് ജീവിക്കുന്നത്, നാം ശ്വസിക്കുന്നത്, നാം ഇവിടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എല്ലാം ദൈവം ചെയ്യുന്നതാണ്. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നാം പാടുന്നത് പോലെ അവൻ നമ്മെ നിർത്തിയിരിക്കുന്നത്, നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു എന്ന് പാടുന്നത് പോലെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങൾ വീണ്ടും തിരുനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് വീണ്ടും ഒരു ആരാധനയ്ക്ക് കൂടി ദൈവം അവസരത്തെ ഒരുക്കി. കർത്താവേ, അവിടുത്തെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവകൃപയിൽ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നു. കർത്താവെ, പാപത്തോടു കൂടി ഞങ്ങൾ ജീവിച്ച ദിവസങ്ങളിൽ, കർത്താവെ, പാപത്തിന്റെ അന്ധകാരത്തിലും പാപത്തിന്റെ അധീനതയിലുമായിരുന്ന സമയങ്ങളിൽ ഞങ്ങളെ തേടി വന്ന ആ ദൈവ സ്നേഹത്തെ ഇന്ന് ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണമായ രൂപാന്തരം നൽകി. കർത്താവെ, ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിച്ച് നിത്യ ജീവിതത്തിന്റെ അവകാശമാക്കി തീർത്ത് ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേര് എഴുതി ഒരു വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ ആരാധനയിൽ കൂടി ആ പ്രത്യാശ ഒരു പ്രാവശ്യം കൂടെ പുതുക്കപ്പെടട്ടെ. കർത്താവിന്റെ സ്ഥിര സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകളോടും വരങ്ങളോടും കൂടി കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ പകൽക്കാലം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഓരോരുത്തർക്കും വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്, വിവിധങ്ങളായ താല്പര്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. കർത്താവ്, ഇന്ന് ഈ ആരാധനയിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ വിടുതൽ ഈ ആരാധനയിൽ വെളിപ്പെടണമേ. രോഗസൗഖ്യം നടക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിൽ പുതുക്കപ്പെടണമേ. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം എല്ലാ ശുശ്രൂഷകളും കർത്താവ് തന്നെ നിയന്ത്രിച്ച് നടത്തണമേ. പാട്ടുകൾ എഴുതിയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ കൂടി സംസാരിക്കുവാൻ തക്കവണ്ണം പാസ്റ്റർ ജോൺ തോമസിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചെയ്യണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചുള്ള ആരാധന ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. സേനയിൽ അധിപൻ ദേവനിൽ അധിയായി ആശ്രയം ഏവനുണ്ടോ, ആയവൻ ഏവരിലും അതിതന്നെ. കർത്താവിനെ സ്തുതിക്കാം. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം അങ്ങനെ തന്നെ പറയുന്നു. അത്യുച്ച നാദമുള്ള കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിക്കാം. രാവിലെ നമ്മൾ കരങ്ങളെ അടിച്ച് വായുകളെ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയം ഏവനുണ്ടോ, ആയവൻ ഏവരിലും അതിതന്നെ.
ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ സ്തുതിക്കാം. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറ്റാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. ദൈവമക്കളെ, നാം വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ മരണം. കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാണ്. നമ്മെ നമ്മൾ ആരാവോളം ക്രിസ്തുവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ ഈ പാട്ടുകളുടെ വരികൾ പാടുമ്പോൾ തന്നെ ആമേ കർത്താവിന്റെ മരണം അടുത്തായിരിക്കുന്നു. ആമേ മറന്നു പോകാതെ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ ആമേ ദൈവം നമ്മളെ നിർബന്ധിതരാക്കണം. ആമേ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പാട്ട് പാടാൻ കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി.
സകല മാനത്തിനും യോഗ്യനായവൻ ഒരുവൻ മാത്രമേ. നമ്മോട് വാട്ടൊക്കെ ചെയ്തതുപോലെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നാം ഒന്ന് വിലയിരുത്തുന്നു. സമാധാനമില്ലാതെ ലോകത്തിൽ അനേകം സമാധാനമില്ലാതെ വലയുന്ന ചില ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ടെക്നോളജിയുടെ ഒക്കെ അഡ്വാൻസ്മെന്റ് ഒക്കെ നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക സംഭവങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ വളരെ വെമ്പലുള്ളുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വളരെ കൂടുതൽ ശക്തമായി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ദൈവത്തെ അധികമായി സ്നേഹിച്ച് ദൈവത്തിന്റെ വഴികളിൽ കൂടി നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ദാസൻ വചനത്തിൽ സംസാരിക്കുമ്പോൾ ദൈവം തന്നെ നമ്മോട് നല്ല ആലോചനകൾ അറിയിക്കുവാൻ കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും വന്നിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സഭായോഗത്തിന് അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കം വാദ്യങ്ങളിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സംസാരിക്കും
എന്റെ അപ്പന്റെ വചനം പറയുന്നതിൽ വിളിക്കപ്പെട്ടവർ അനേകരാ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമായിരിക്കുക. ലഹദന റബനഹദന വിഖാന ഹതുനാദന ബബ ഖുറാന ബാരകതേ ഹതുനാദന നിങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. സമാജങ്ങളിലുള്ള കുറവുകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആത്മീക ജീവിതത്തിന് അത് ഒരു പടിയുടെ മുന്നോട്ട് പോകുവാൻ ദൈവദാസന്മാരെ കരങ്ങളിൽ തെരഞ്ഞെടുത്താൽ ശക്തമായിട്ട് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ആരാധന കർത്താവേ ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമേ. രണ്ട് ദൈവദാസന്മാരെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ സകല ആവശ്യങ്ങളുടെ മേൽ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി വീണ്ടും അനേകരുടെ ജീവിതത്തിലെ വെളിച്ചമാക്കി നിന്റെ മക്കളെ നിർത്തിക്കൊള്ളുവാനാകണമേ പ്രാർത്ഥിക്കുക കർത്താവേ. അങ്ങനെ ചെയ്യുന്നവരായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ഇവിടെയായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഈ വാത്സല്യ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിൽ പാർക്കുന്ന ഓരോ മക്കളെയും പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവേ. എന്റെ ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. പ്രത്യേകിച്ച് കർത്താവേ ആരാധന അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവേ ഞങ്ങളുടെ സജീവനത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിയേർന്ന് പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ടു പോയപ്പോൾ ജീവനോട് അനുകൂലമായി ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ജീവനുള്ള ആരോഗ്യം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു കർത്താവേ. നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സകല ഭാഷകളായിട്ട് സമർപ്പിക്കുന്നു. വചനം പറയുന്ന ദൈവദാസനെ ശക്തിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. Praise God, praise God, praise God. Let us all arise in the presence of God and read Psalm 138. Amen. 138ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിച്ച് ദൈവം പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ
ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതേ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. Heavenly Father, we praise you once again because you are our God. Amen. You are always with us. And in times of troubles and in times of good things, regardless of the situations, your presence is always with us and leading us into the ways that you want us to go. We give you praise and glory and honor. In Jesus' name I pray. Amen. Praise God. And I thank the Lord because God has given us another day. This is a normal statement. God has given another day for us. He has given us another day. And so many people couldn't be here on this earth on this day. And He has left us in the land of the living. Bible ഒരു പ്രയോഗമാണ് in the land of the living, or this side of the Jordan. And so it is all the Lord's doing. And I thank the Lord for what the Lord has done. I just wanted to tell you a verse that I like the most. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കും. I'm not going to speak anything about that. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മനോഭാവം താഴ്മയുടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മുടെ പ്രാർത്ഥന താഴ്മയുടെ പ്രാർത്ഥനയായിരിക്കും. ഞാൻ പല പ്രാർത്ഥനകളും ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് കേൾക്കുന്നു. I declare it. Just like we are demanding something from the Lord. So നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്ന കർത്താവേ എന്നോട് ദയ ഉണ്ടാകണം, എന്നോട് കരുണ ഉണ്ടാകണം. എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നമുക്ക് രണ്ട് പ്രാർത്ഥന ദേവാലയത്തിൽ നടന്ന് നമുക്കറിയാം ആ സിറ്റുവേഷൻ. ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉന്നതനായിട്ടുള്ള ഗർഭിയുടെ ഒരു പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥന, എനിക്ക് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ഒരു അർഹതയില്ലായിരുന്നു നമ്മളെ യോഗ്യരാക്കി ദൈവസന്നിധിയിൽ ദൈവം നിലനിർത്തി. എപ്പോഴും ദൈവസന്നിധി കിടന്നു വന്നാലും നമ്മൾ താഴ്മയോ. That is a mindset Jesus like. That's what He's expecting from us. And I welcome all of you. I don't have to welcome you because we all are one. And once again, welcome into the house of the Lord. And we are here. And this morning, we don't have any special occasions to celebrate. But special occasions will come again this month. At that time, we celebrate. And we don't have any other situation to mention here. And this is the time that I normally give for any type of situations, prayer requests. If you want to say a word in the presence of God, this is the moment, and let us use it. And if you wanted to say a few things, ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വാക്ക് സംസാരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിനുള്ള സമയമാണ്. Looks like everybody is okay. നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഒരു പാട്ട് The brother Wilson is going to lead us in a song, and we'll take the offering at it. And after that, Brother Wilson will come here and lead us in prayer. And this time, let us especially remember Sajid brother. And
he needs our prayer, and especially his situation, the job situation, and the health situation. Let us believe that the Lord will do a miracle, touch him, and it's not just a visual thinking. We want to see that right here in our midst. We wanted to see his God touching and strengthening and healing his body. And let us believe that today, and we will pray for that also today. Let us take the offering. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ചുരിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ചുരിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. കാത്തുനാട്ടല്ലോ അവനെങ്കിലേ കുറ്റായ്മകളോ. കാത്തുനാട്ടല്ലോ അവനെങ്കിലേ കുറ്റായ്മകളോ. ആശ്ചര്യമായ തുണിയിൽ നിന്നും ഉടഞ്ഞ നെഞ്ചിൽ നിന്നും കയറ്റി. ആശ്ചര്യമായ തുണിയിൽ നിന്നും ഉടഞ്ഞ നെഞ്ചിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. വന്ന സമയം മുതൽ ഈ സമയം വരെ കർത്താവിന്റെ സ്ഥാനത്തിന്റെ മറവിൽ ദൈവം നമ്മെ ആക്കിയ ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് എത്രത്തോളം കർത്താവ് നമ്മുടെ മധ്യേ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായി വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിന്റെ അവകാശം ദൈവം നമുക്ക് തന്നല്ലോ. ഞങ്ങൾ കർത്താവേ കർത്തവ്യമായിരുന്ന ഞങ്ങൾക്ക് നല്ല ഒലിവോട് ഒട്ടിച്ചേർന്ന് കർത്താവേ ഞങ്ങളെയും മക്കളുമാക്കി അവകാശമാക്കി തീർത്ത ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രയാസമുള്ള കാര്യങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുകയും ഞാനത് പൂർണ്ണമായി തീർത്തു തരാം. ഞങ്ങൾക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ കർത്താവേ. ഞങ്ങൾക്ക് കർത്താവിന്റെ വിഷയങ്ങൾ അറിയുവാൻ ദൈവം മാത്രമേ ഉള്ളൂ. മനുഷ്യർ കണ്ടു ഒരു കർത്താവെ ഒരു കണ്ണീർ ഒഴുക്കിയാൽ പറയുന്നത് അതിന്റെ തുരുത്തീനാക്കി വെക്കുന്നത്. ഞങ്ങളുടെ സമയവും ഒരു വർഷത്തോളമായി കർത്താവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവരൊക്കെ കടന്നു വന്ന് അപ്പാദികളെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾ ചെയ്യുമാറാകണം. ദൈവദാസന്മാരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് കർത്താവേ അവരുടെ ആവശ്യങ്ങളുടെ മേലെ ദൈവം കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ സൈവങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവത്തോട് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനായ ശത്രുവിന്റെ തലയെ തകർത്തവനായ ഒരു വലിയ ദൈവമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ഗുണങ്ങൾക്കും പാപങ്ങൾക്കും മര്യാദ എന്റെ ദൈവമാണ്. സമാധിയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചവരെ പോലും ഉയർത്തുവാൻ ശക്തിയുള്ള ഞങ്ങളോടൊപ്പം കർത്താവേ നിന്റെ മൗനമായിരിക്കുന്നല്ലോ. തന്റെ വലിയ ആവശ്യങ്ങളുടെ പേരിൽ കരുണ കാണിക്കണം. അനേക വിഷയങ്ങൾ ഞങ്ങൾ കർത്താവേ രാജ്യത്തെ കർത്താവേ പ്രാർത്ഥിക്കുന്നല്ലോ. അല്ലെങ്കിൽ പോലീസിക്ക് ഞങ്ങൾ അവകാശം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് അതെന്നെ വിസ്താരമാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം വഴിയൊരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആശ്വാസത്തിനായി സ്തോത്രം. പൂർണ്ണമായ മകളെ ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും പ്രവർത്തനങ്ങളെയും ദൈവം മാനിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടുള്ള എല്ലാ ഭവനങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. അടികളെയും കുടുംബമായി ദൈവങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ മധ്യ കർത്താവേ പേര് പറയുവാൻ പറയാത്ത കാര്യങ്ങളിൽ കൂടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ അനേകരുണ്ട്. ആമേൻ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. ക്യാൻസർ എന്ന മാരകമായ രോഗത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. മനപ്രയാസത്താൽ കർത്താവെ കഴിയുന്നവരുണ്ട്. ആമേൻ. തലമുറയുടെ വിഷയത്തിൽ പേര് ഞരങ്ങുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞങ്ങള് അങ്ങനെയുള്ള വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് തക്കതായ തുണകളെ കൊടുത്ത് ദൈവങ്ങളെ മാനിക്കുമാറാകണം. കർത്താവേ ചെയ്യുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. വരും ദിവസങ്ങളിൽ അവരുടെ വിഷയം എന്ത് തന്നെയായിരുന്നാലും അടികൾ കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അതിൽ പേരും പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ കർത്താവെ നീ അനുഗ്രഹിക്കണം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവദാസന്റെ പകൽക്കാലം ആ വചനത്തിന്റെ സത്യങ്ങള് അതിന്റെ മർമ്മങ്ങള് ന്യായങ്ങള് ഞങ്ങളെ മനസ്സിലാക്കുവാൻ തന്നെ മകനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും യാചനകളും കേട്ടുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്തുതി.
ബഹുമാന്യ കർത്തദാസൻ, നമ്മുടെ സഭയുടെ ലീഡ് പാസ്റ്റർ ഡോക്ടർ നെൽസൺ ബി ജോൺ, തൻ്റെ പാസ്റ്ററിൻ്റെ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കും. For our today's meditation, we have taken the passage from the book of Revelation, chapter 20, verses 4 to 6. Bobina will read for us. Then I saw thrones, and they sat on them, and judgment was given to them. And I saw the souls of those who had been beheaded because of their testimony of Jesus and because of the word of God, and those who had not worshipped the beast or his image, and had not received the mark on their forehead or on their hand. And they came to life and reigned with Christ for 1,000 years. The rest of the dead did not come to life until the 1,000 years was completed. This is the first resurrection. Blessed and holy is the one who has been a part of the first resurrection. Over these, the second death has no power, but they will be priests of God and of Christ, and will reign with him for 1,000 years. Christ free. Yeah, thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ധ്യാനത്തിനായി നാം 3 വാക്യങ്ങളിലൂടെ വായിച്ചു കേൾക്കാൻ ഇടയായി. 6ാമത്തെ വാക്യമാണ് നമ്മുടെ ധ്യാനത്തിനായി പ്രധാനമായി നാം ശ്രദ്ധ നൽകുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങളുടെ നാക്കിന് എത്രമാണ് തേൻകട്ടയേക്കാൾ മാധുര്യമേറിയതാകിയ ശോധനയും നിറഞ്ഞ ഈ ലോകത്ത് വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അനുദിനം കർത്താവിന് പ്രസാദകരമായ ജയജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് കൃപ നൽകണം. ഈ വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പാട്ട് മുഖവുര വാക്കുകളൊക്കെ ഈ വേദവാക്യത്തോട് വചനധ്യാനത്തോട് വളരെ ബന്ധപ്പെട്ടിരിക്കും. ദൈവസഭയിൽ യാദൃശ്യമായി ഒന്നും സംഭവിക്കുകയില്ല. എല്ലാവരിലും പരിശുദ്ധാത്മ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും. വിൽസനാദ്യം പാടിയ പാട്ട് കാഹളം കാതുകളിൽ കേട്ടിടാറായി. അതിൻ്റെ നാളും നാഴികയൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. നാം വാഞ്ചിയോടെ കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ മുഖവുരയിൽ അതേ വചനങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കും. നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരികയാണ്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത് കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോഴാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വചനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നത് നമ്മുടെ പൗരത്വവും സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്നും നമ്മുടെ കർത്താവ് രക്ഷകനായി രക്ഷിതാവായി വരും എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പുസ്തകം. 66 പുസ്തകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണല്ലോ. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഇതിൻ്റെ ശീർഷകത്തിൽ നമ്മൾ വായിക്കുന്നത് യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് എന്നാണ് പുസ്തകം. ഇതിന് മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ വ്യക്തികൾ എഴുതി എന്ന് നാം വായിക്കും. യൂദ എഴുതിയ ലേഖനം, യോഹന്നാൻ എഴുതിയ ലേഖനം, പൗലോസ് എഴുതിയ ലേഖനം. എന്നാൽ ഇവിടെ യോഹന്നാന് ഉണ്ടായ വെളിപ്പാട്. 1-ാം വാക്യം ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് കൊടുത്തു.
യേശു ക്രിസ്തു അത് ദൂതൻ മുഖാന്തരം അയച്ച് യോഹന്നാന് നൽകി എന്ന് നാം വായിക്കുന്നു. ഇന്ന് നാം വായിച്ച ഈ 3 വാക്യത്തിന്റെ 6ാമത്തെ വാക്യം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു. Blessed and holy are those who have part in the first resurrection. അങ്ങനെയാണ് നാം ആ ഭാഗം വായിപ്പാനായിട്ട് ഇടയാകുന്നത്. ഈ വചനം കയ്യിലെടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ നാവിന്മേലുള്ളതായ ഒരു പ്രാർത്ഥനാ ശകലമുണ്ട്. കർത്താവേ, എന്തെല്ലാം എൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയാലും ഈ തിരുവെഴുത്തുകൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് മറന്നു പോകരുതേ എന്ന്. പ്രസംഗങ്ങളുടെ പ്രഭുവായ ചാൾസ് സ്പർജന്റെ വാക്കുകൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. The memory of the Bible is better than the Bible in the bookcase. എപ്പോഴും വചനം നമ്മുടെ ഓർമ്മയിൽ നിൽക്കട്ടെ. അതിനുവേണ്ടി നാം ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് നമുക്ക് കേൾപ്പാനായി ഇടയായല്ലോ. 22 അധ്യായങ്ങൾ, 404 വാക്യങ്ങൾ. വെളിപ്പാട് എന്ന പദത്തിന്റെ, മലയാളം പദത്തിന്റെ ഗ്രീക്ക് പദം അപ്പോക്കാലിപ്സിസ്. നാം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോക്കാലിപ്സിസ് എന്ന വാക്കിന്റെ അർത്ഥം മറ നീക്കുക എന്നാണ്. അതുവരെ മറഞ്ഞു കിടന്നത് മറ നീക്കി ദൈവം തന്റെ പുത്രൻ മുഖാന്തരം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കും. സന്ദർഭം, സാഹചര്യം, യോഹന്നാൻ പത്മോസ് ദ്വീപിലായി. നീറോ ചക്രവർത്തിയുടെ കാലത്ത് പത്രോസ്, പൗലോസ് ഇങ്ങനെയുള്ളതായ അപ്പോസ്തലന്മാർ രക്തസാക്ഷികളായിപ്പോയി. അവരുടെ കാലം കഴിഞ്ഞ് റോമിൽ ഭരണം ഏറ്റെടുത്തത് ഡൊമീഷ്യൻ ചക്രവർത്തിയായി. ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കിക്കൊല്ലുവാൻ പരിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അവിടെയും യോഹന്നാൻ ഒരു കേടും സംഭവിച്ചില്ല. യോഹന്നാനെ പൊക്കിയെടുത്ത് പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുവാനായിട്ടിടയായി. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് മുഖ്യ കുറ്റവാളികളെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തിയിരുന്നു. അതുപോലെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി 18 മാസം അവിടെ പാർത്തു. മനുഷ്യരാരും കൂട്ടിനില്ലായിരുന്നു, കൂട്ടായ്മയ്ക്കില്ലായിരുന്നു. എല്ലാ കർത്തൃ ദിവസവും നമ്മെ പോലെ യോഹന്നാനും പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി ഒരുങ്ങി. ഒരു കർത്തൃ ദിവസം, 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്തൃ ദിവസം താൻ ആത്മവിവശനായി, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ആത്മവിവശനായി. അങ്ങനെ ആത്മവിവശതയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് യോഹന്നാനോട് പറഞ്ഞു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി അയച്ചതായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 22 അധ്യായങ്ങൾ, 404 വാക്യങ്ങളുള്ളതായ പുസ്തകം. ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഒരു വിഭജനം നൽകിയിട്ടുള്ള ഏക പുസ്തകം വെളിപ്പാട് പുസ്തകം. 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതിന്റെ വിഭജനം കാണുവാനായിട്ട് സാധിക്കും. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത്. That which you have seen, the things which are, the things which shall be hereafter. നീ കണ്ടത് ഒരു പുസ്തകത്തിൽ എഴുതുക. അതെ, നീ കണ്ടത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഇപ്പോഴുള്ളത് 2-3 അധ്യായങ്ങൾ. മേലാൽ സംഭവിപ്പാനുള്ളത് 4 മുതൽ 22 വരെയുള്ളതായ അധ്യായം. 1-ാം അധ്യായത്തിൽ എന്താണ് യോഹന്നാൻ കണ്ടത്? യേശുക്രിസ്തുവിന്റെ അംഗവർണ്ണന അവിടെ നന്നായി, യേശുക്രിസ്തുവിനെ നന്നായി അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നാം കാണുന്നു. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിരയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ അവിടെ കാണുവാനായിട്ടിടയായി. 14 മുതൽ 1-ാം അധ്യായം 14 മുതൽ 16 വരെ യേശുക്രിസ്തുവിന്റെ ആത്മവർണ്ണന യോഹന്നാൻ അവിടെ വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
2-3 അധ്യായങ്ങളിൽ ഇപ്പോഴുള്ളത് അത് 7 സഭകൾക്കുള്ള ദൂത് 4 മുതൽ മേലാൽ സംഭവിപ്പാൻ ഉള്ളത്. ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഈ പുസ്തകം അറിയപ്പെടുന്നത് 7 ഏഴുകളുടെ പുസ്തകമെന്നാണ്. ദ ബുക്ക് ഓഫ് 7 sevens എന്നാണ്. 7 ഏഴുകളുടെ പുസ്തകം. 1-ാം അധ്യായത്തിൽ ആദ്യത്തെ 7 നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ 7 അംഗവർണ്ണൻ. 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂത്. എഫെസോസ്, സ്മിർന, പെർഗമോസ്, തൈത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭകൾക്കുള്ള ദൂത്. 7 സഭകൾ എന്ന് കേൾക്കുമ്പോൾ ഈ 7 സഭകൾ അന്ന് ഏഷ്യ മൈനറിൽ ഉള്ളതായ 7 പ്രാദേശിക സഭകളായി. എന്നാൽ ഇത് പ്രവചനീയമായി നമ്മൾ പഠിക്കുമ്പോൾ ഇത് 7 സഭാ കാലയളവാണ്. AD 33 ആരംഭിച്ച സഭ അത് എഫെസോസിൽ ആരംഭിച്ച് ഈ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരെ. ശ്രദ്ധിക്കണമേ, AD 33 ആരംഭിച്ച സഭ, ആ സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നതായ ഈ 7 സഭാ കാലയളവാണ്. 6 കാലയളവും കഴിഞ്ഞുപോയി. ഇന്ന് നാം അവസാനത്തെ കാലയളവാണ്. അവസാനത്തെ സഭ ഏതാണ്? ലവോദിക്ക സഭ. ലവോദിക്ക സഭ ആരംഭിക്കുന്നത് AD 1900-ലാണ്. അത് അവസാനിക്കുന്നത് എപ്പോൾ? നാം ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ, ഉൾപ്രാവണത്തെങ്കിൽ അപ്പോൾ സഭ കാലയളവ് അവസാനിക്കും. ഈ കാര്യങ്ങളെല്ലാം ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നു. 9-ാം അധ്യായം ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിന്റെ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. ഈ 70 ആഴ്ചവട്ടം എന്ന് കേൾക്കുമ്പോൾ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ അഹശ്വേരോശ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ മശിക അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത് വരെ 69 ആഴ്ചവട്ടം എന്നാണ്. ഒന്നുകൂടി ഓർപ്പിക്കാം. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ അഹശ്വേരോശ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത് വരെ എന്നാ കാണുന്നത്. AD 33 വരെ നാം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ 483 വർഷങ്ങൾ. അപ്പോൾ അതോടുകൂടി 69 ആഴ്ചവട്ടം കഴിഞ്ഞ് ഈ 1 ആഴ്ചവട്ടമുണ്ട്. ആ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. അതിന്റെ പേരാണ് സഭായുഗം എന്നുള്ളത്. 70-ാമത്തെ ആഴ്ചവട്ടമാണ് മഹോപദ്രവകാലം. 7 വർഷം എതിർ ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുമ്പോഴുള്ളതായ കാലഘട്ടമാണ് ആ 7 വർഷം. വിശദീകരിക്കാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. മുഖവരിയിൽ ഈ കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ 7 അംഗവർണ്ണന. 2-ാമത്തെ 7 സഭകൾക്കുള്ളതായ ദൂത്. 3-ാമത് 7 മുദ്രകൾ. 4-ാം അധ്യായം 1 മുതൽ നാം വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. 8-ാം അധ്യായം 1 വരെ. 4-ാമതായിട്ട് 7 കാഹളങ്ങൾ. 8-ാം അധ്യായം 2-ാം വാക്യം മുതൽ 11-ാം അധ്യായം 19-ാമത്തെ വാക്യം വരെ. 5-ാമത് 7 ക്രോധകലശങ്ങൾ. 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ 16-ാം അധ്യായം 21-ാമത്തെ വാക്യം. 6-ാമത്തെ 7 എന്നുള്ളത് 7 ബാധകൾ. 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ 20-ാം അധ്യായം 15-ാം വാക്യം വരെ. 7-ാമത് 7 നൂതനങ്ങൾ. 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ 22-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തെ നാം 7കളുടെ പുസ്തകമായി അതെ പഠിക്കുന്നു. 1 യേശുക്രിസ്തുവിന്റെ 7 അംഗവർണ്ണനം, the sevenfold glory of Jesus Christ. 2 7 സഭകൾ. 3 7 മുദ്രകൾ. 4 7 കാഹളങ്ങൾ. 5 7 ക്രോധകലശങ്ങൾ. 6 7 ബാധകൾ. 7 നൂതനങ്ങൾ. ഇങ്ങനെ 7കളുടെ പുസ്തകമായി നാം വെളിപ്പാട് പുസ്തകത്തെ പഠിക്കുന്നു. 2-ാമതായിട്ട് ഈ പുസ്തകത്തിൽ അടുത്തൊരു പ്രത്യേകത എന്നുള്ളത് 7 beatitudes, 7 ഭാഗ്യവർണ്ണന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലൊരു ഭാഗ്യവർണ്ണനയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ
പങ്കുള്ളവൻ ബ്ലെസ്സഡ് ആൻഡ് ഹോളി, വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു. സ്തോത്രം. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ ഭാഗ്യം എന്നുള്ളത് 1-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, കാരണം സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൗത്യം വലുതാണ്. ഈ പുസ്തകം കേൾപ്പിക്കുവാനായിട്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടവർ, ആ വലിയ നിയോഗം നമ്മുടെ മേലുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ പുസ്തകത്തെ കുറിച്ചുള്ളതായ ഒരു പേര്, ആ പേര് അവിടെ ആ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? പ്രവചന പുസ്തകം എന്നുള്ളതാണ്. അത് ഈ വെളിപ്പാട് പുസ്തകം മാത്രമല്ല, 66 പുസ്തകങ്ങളും പ്രവചന പുസ്തകങ്ങളാണ്. സ്തോത്രം. അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമായി ഒരു വാക്യശകലം പത്രോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്, നേരം വെളുക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിയാൽ നന്ന്. ഈ പുസ്തകത്തിന്റെ 66 അധ്യായങ്ങളുള്ള 1166 പുസ്തകങ്ങള്, 1189 അധ്യായങ്ങളുള്ള 31,173 വാക്യങ്ങളുള്ള ഈ പുസ്തകത്തിന്റെ ഒറ്റ പേര് എന്നുള്ളത് ഇതൊരു പ്രവാചക പുസ്തകമാണ്. ദിസ് ഈസ് കോൾഡ് ദ ബുക്ക് ഓഫ് പ്രോഫസി. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? ഇത് പ്രവാചക പുസ്തകം ആയതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണ്? നാം വായിക്കുന്നത്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവാത്മ നിയോഗത്താൽ ദൈവത്തിന്റെ ദാസന്മാർ അരുളപ്പാട് ലഭിച്ചിട്ട് സംസാരിച്ചതത്രേ പ്രവചനം. സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ഒരു വാക്യം പോലും മനുഷ്യന്റെ ഇഷ്ടത്താൽ എഴുതിയതല്ല, ദൈവാത്മ നിയോഗത്താൽ എഴുതപ്പെട്ടതായ വചനമാണ്. ഈ വചനം ഇന്ന് നല്ല ഓർമ്മയോടെ ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിൽ നാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിന്റെ 7 വാക്യങ്ങളും 7 ഭാഗ്യവർണ്ണനകളും ഞാൻ വായിക്കുന്നില്ല, കാരണം സമയം നമ്മുടെ മുന്നിലില്ലല്ലോ. 3 വാക്യങ്ങൾ. ആദ്യത്തേത് നമ്മൾ 1-ാം അധ്യായത്തിൽ കേട്ടു. രണ്ടാമത് ഒരു വാക്യം കൂടി 14-ാം അധ്യായം 13-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഇനി ഒറ്റ വാക്യം കൂടി, 22-ന്റെ 7-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളെ കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഇതിനേക്കാൾ വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. ഈ പുസ്തകം നമ്മുടെ കയ്യിലെടുക്കുവാനും ധ്യാനിക്കുവാനും ഈ വചനങ്ങൾ വിശ്വസിക്കുവാനും മാത്രമല്ല, ഈ വചനങ്ങൾ പ്രസംഗിക്കുവാനും ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൽ നാം എപ്പോഴും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കണം. വേഗത്തിൽ നാം ഈ പുസ്തകത്തിലെ പ്രധാന ഭാഗത്തേക്ക് നാം വരുന്നു. എന്താണ് നാം 6-ാം വാക്യത്തിൽ വായിച്ചത്? 1-ാമത്തെ പുനരുത്ഥാനത്തിൽ, ഫസ്റ്റ് റിസറക്ഷൻ. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാണ്. 1-ാമത്തെ പുനരുത്ഥാനം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഒന്നിൽ അധികമുണ്ട്. 2 പുനരുത്ഥാനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകാരെ കുറിച്ച് വായിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്, അവരാണ് വിശുദ്ധർ. ഈ 1-ാമത്തെ പുനരുത്ഥാനത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് എപ്പോൾ സംഭവിക്കും, അതിൽ ആരെല്ലാമാണ് പങ്കാളികൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേഗത്തിൽ പോകുന്നു. ഇന്ന് നാം വായിച്ചു തുടങ്ങിയ വാക്യം 4-ാമത്തെ വാക്യം, 20-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ കാണുന്നത് ട്രിബുലേഷൻസ്, 7 വർഷം മഹോപദ്രവം സംഭവിക്കുമ്പോൾ
വിവിധ പീഡകളാൽ, ഉപദ്രവങ്ങളാൽ രക്തസാക്ഷികളായി തീരുന്ന അനേക വിശുദ്ധന്മാരുണ്ട്. അവർ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കുന്നു. അവർ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കുന്നു. 3 കൂട്ടരാണ് ഫസ്റ്റ് റിസറക്ഷനിലുള്ളത്. ഒന്ന് നാം കേട്ടു, ട്രിബുലേഷൻ സെയിൻസ്. അവരെ നമ്മൾ ഒടുവിലാണ് ചിന്തിക്കേണ്ടതെങ്കിലും ഇന്ന് ഞാൻ അതിന്റെ പേര് കൂട്ടത്തെ ആദ്യം ഓർപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത്തെ കൂട്ടം എന്നുള്ളത് പുറകോട്ട് പോകുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരാണ്. പഴയ നിയമ വിശുദ്ധന്മാർ. രണ്ടാമത്തെ കൂട്ടം എന്നുള്ളത് പുതിയ നിയമ വിശുദ്ധന്മാരാണ്. ഇങ്ങനെ ഒന്നാം പുനരുത്ഥാനവും രണ്ടാം പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ചിലർ അതിനെ വിശേഷിപ്പിക്കാറുണ്ട് നീതിമാന്റെ പുനരുത്ഥാനവും ദുഷ്ടന്മാരുടെ പുനരുത്ഥാനവും. എന്നാൽ ഞാൻ ആ വാക്ക് പറയില്ല. ഞാൻ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് നാം പറയുമ്പോൾ അത് സേവ്ഡ് വൺസ്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. രണ്ടാമത്തെ പുനരുത്ഥാനം എന്നുള്ളത് ഇറ്റ് ഈസ് ഫോർ ദ ലോസ്റ്റ് വൺസ്, നഷ്ടപ്പെട്ടവരുടെ കൂട്ടം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ആരെല്ലാം ഉണ്ട്? 1 പഴയ നിയമ വിശുദ്ധന്മാർ, 2 പുതിയ നിയമ വിശുദ്ധന്മാർ, 3 മഹോപദ്രവകാലത്ത് രക്തസാക്ഷികളായി തീർന്നവർ. ഈ 3 കൂട്ടരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. പഴയ നിയമ വിശ്വാസികൾ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചു. പുതിയ നിയമ വിശ്വാസികൾ അവരെ കേട്ടത്, അനുസരിച്ചത് കൃപയുടെ സുവിശേഷമാണ്. പൗലോസ് അപ്പോസ്തലൻ അതേ അപ്പോസ്തല പ്രവൃത്തികളിൽ 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇന്ന് നാം കേട്ട് വിശ്വസിച്ചത് കൃപയുടെ സുവിശേഷമാണ്. കൃപ എന്ന് കേൾക്കുമ്പോൾ കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ബൈ ഫെയ്ത്ത്, ത്രൂ ഫെയ്ത്ത് പ്ലസ് നത്തിങ്. ബൈ ഗ്രേസ്, ത്രൂ ഫെയ്ത്ത് പ്ലസ് നത്തിങ്. കൃപയാൽ, വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ കൃപയാൽ, നമ്മുടെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു. ഇനിയും പുതിയ അതെ ഈ മഹോപദ്രവകാലത്തെ വിശ്വാസ സമൂഹം രക്ഷിക്കപ്പെടുന്നത് നാം ഓർക്കണം. ഈ കൃപയുടെ സുവിശേഷം അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. കർത്താവിന്റെ സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ആ സുവിശേഷ പ്രസംഗങ്ങളെല്ലാം അവസാനിക്കും. പിന്നീട് പ്രസംഗിക്കുന്നത് രാജ്യത്തിന്റെ സുവിശേഷം. ഈ രാജ്യത്തിന്റെ സുവിശേഷം യോഹന്നാൻ സ്നാപകൻ ഒരു സമയത്ത് പ്രസംഗിച്ചതാണ്. അത് വീണ്ടും ആവർത്തിക്കപ്പെടും. ആ സുവിശേഷം പ്രസംഗിക്കും. അത് ദൈവം അനേകരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ പ്രസംഗിച്ചതായി നമ്മൾ വായിക്കുന്നു. ആ 2 സാക്ഷികൾ ആരാണ്? മോശയും ഏലിയാവുമാകാം, ഹാനോക്കും ഏലിയാവുമാകാം. നാം അതിന്റെ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. നാം അതിൻ്റെതായ കാര്യകാരണ സഹിതം അതെടുത്ത് പഠിക്കുമ്പോൾ അതായിരുന്നു മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ ഒരു കഴുകിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഓരോ മാധ്യമങ്ങളെ, മുഖാന്തരങ്ങളെ, സ്തോത്രം, നാം വായിക്കുന്നത് ബാലാമിനോട് ഒരു ദൈവിക സന്ദേശം അറിയിക്കുവാൻ ദൈവം ആരെയാ തിരഞ്ഞെടുത്തത്? ഒരു ഡോങ്കിയാണ് തിരഞ്ഞെടുത്തത്. ആരെയും ദൈവം ഉപയോഗിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഈ 3 കൂട്ടരാണ് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുകാരാകുന്നത്. നാം ആദ്യം കേട്ടല്ലോ ഈ മഹോപദ്രവ കാലത്തെ രക്തസാക്ഷികൾ, അവരെ കുറിച്ചാണ് 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 4-ാം വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ്, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ, മൃഗമെന്ന് ഉള്ളത് എതിർ ക്രിസ്തുവിനെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അടുത്തത്, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. 7 വർഷം മഹോപദ്രവ കാലത്ത് വിശ്വാസികളായി തീർന്ന് രക്തസാക്ഷികളായി മരിച്ചുപോയവരുടെ ആത്മാക്കളും ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പേ അവരും ഉയർത്തെഴുന്നേൽക്കും. ഇനി നമുക്ക് കേൾക്കണം, എപ്പോഴാണ് ഈ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നത്? ഒരു വേദഭാഗം ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. മത്തായി 27-ാം
അധ്യായം ആ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം. മത്തായി 27:52. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. ചിലർ പഠിപ്പിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം ഇവിടെ സംഭവിച്ചു എന്നാണ്. എന്നാൽ ഇവിടെയല്ല സംഭവിച്ചത്. ഇത് സിംബോളിക്കായി, പ്രതീകാത്മകമായി യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് സമയത്ത് നാം ഇവിടെ വായിക്കുന്ന ഒരു പദമുണ്ട്. ചിലർ എങ്ങനെയാ വായിക്കുന്നത്? ചിലർ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അതെ, വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതെ, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിപ്പാൻ സിംബോളിക്കായിട്ട് പഴയ നിയമ വിശുദ്ധന്മാരിൽ ചിലരെ ഉയർത്തെഴുന്നേറ്റു. അവരുടെ ആത്മാക്കളുമായി കർത്താവ് സ്വർഗപരദീസയിലേക്ക് കടന്നുപോയി. രണ്ട്, ഇനിയും ഇവരെപ്പോഴാണ്, പഴയ നിയമ വിശുദ്ധന്മാർ എപ്പോഴാണ് അവര് ഉയർത്തെഴുന്നേൽക്കുന്നത്, ഉൾപ്രാവണം പ്രാപിക്കുന്നത്? നമ്മൊരു കാര്യം ഓർക്കണം. ഹാബേൽ മുതൽ സകല വിശുദ്ധന്മാരും യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അവര് അക്ഷരീയമായി യാഗം കഴിച്ചു. എന്ന് പറഞ്ഞാൽ കാളകളെയോ പോരാട്ടുവറ്റന്മാരെയോ പുറുപ്രാവുകളെയോ ഒക്കെ അവർ യാഗം കഴിച്ചു. നമ്മൾ പുതിയ നിയമസഭ ആത്മീയമായി യാഗം കഴിക്കുന്നു. എന്താണ് നമ്മുടെ യാഗം? നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് നമ്മുടെ ജീവനുള്ള യാഗം, അവരുടേത് മരിച്ച യാഗം. ഈ വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ. അവർ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ നോക്കി യാഗം കഴിച്ചവരാണ്. അപ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും ഒരേ സമയത്താണ് അവര് അതേ ഉൾപ്രാവണം, ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതെപ്പോഴാണെന്ന് അറിയാമോ? ഈ സഭായുഗം കഴിയുമ്പോൾ. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ കഴിഞ്ഞ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, എടുക്കണ്ട, കേട്ടിരുന്നാൽ മതി. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതും കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട വചനമാവിത്, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക. ഈ സന്ദർഭത്തിൽ അനന്തരം എന്ന് പറഞ്ഞാൽ സഭ യുഗം കഴിഞ്ഞ് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരുമിച്ച് ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നതായ ഒരു സമയമാണ്. ഇതിനെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു വാക്യശകലമുണ്ട്. നമ്മൾ അധികം കേട്ട് നമ്മുടെ മനസ്സിൽ അത് അതേ കാണാതെ നമ്മൾ പറയുവാൻ കഴിയുന്ന 3 വാക്യങ്ങളാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ശ്രദ്ധിക്കണം, അവിടെ 3 കാര്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ഗംഭീര ശബ്ദം പുറപ്പെടുവിച്ചു, ലാസറേ ഇവിടെ കയറി വരിക. സ്തോത്രം, ഇവിടെ കയറി വരിക. ആ ശബ്ദത്തിന്റെ മുൻപിൽ ലാസർ കല്ലറകളെ പിളർന്ന് എഴുന്നേറ്റ് വന്നു. കണ്ട്, കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം. ആരാണ് പ്രധാന ദൂതൻ? മീഖായേൽ. നമുക്കറിയാം, മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ ശരീരം സംബന്ധിച്ച് സ്തോത്രം, ഇത് നാം യൂദായുടെ ലേഖനം 7-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. അവിടെ കാണുന്നത്, പിശാചിനോട് തർക്കിച്ച് വാദിച്ച് ഒടുവിൽ ഒരു വാക്ക് പറഞ്ഞു, യഹോവ നിന്നെ സ്പർശിക്കട്ടെ. അങ്ങനെ സ്പർശിച്ച് അതെ അവിടെ നിന്ന് വിടുതൽ പ്രാപിപ്പാനായിട്ടിടയായി. വിശുദ്ധന്മാർ ഇവിടെ നിന്ന് പോകുവാൻ ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. അവരെ പിടിച്ചടക്കി ഇവിടെ വെക്കുവാൻ നോക്കും. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി വന്ന് സാത്താനെ ഭർഷിക്കും. ജനത്തെ വിടുവിച്ച് അങ്ങ് സ്വർഗപരദീസയിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി തീരും. 2 കാര്യങ്ങൾ: കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, കാഹളനാദം കേൾക്കുമ്പോൾ കൂടാരത്തിന്റെ കുറ്റി അവർ ഇളക്കും, അവർ യാത്ര പുറപ്പെടുവാനായിട്ടിടയായി തീരും. ഈ
ഭൗമിക കൂടാരത്തിന്റെ കുറ്റി ഇളകുന്ന സമയം, നാം യാത്ര പുറപ്പെടുന്ന സമയം എപ്പോഴാണെന്ന് അറിയാമോ? കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, അതാണ് നമ്മൾ പാടിയത്. കാഹള ശബ്ദം കേൾക്കാറായി, കർത്താവിന്റെ വരവ് സമീപമായി. ഏത് നേരത്തും കർത്താവിന്റെ വരവിനായി കാതോർത്തിരിക്കുന്ന ഒരു സമൂഹമാണ് വിശ്വാസികളുടെ സമൂഹം. ആ വാക്യം ഞാൻ അവസാനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിക്കുന്നത്? ഒന്നുകൂടി. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിയത് ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ആരൊക്കെയാ ഒരുമിച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത്? സ്തോത്രം. ഒന്നുകൂടി. പഴയ വിശുദ്ധന്മാര്, പുതിയ നിയമ വിശുദ്ധന്മാര്, സ്തോത്രം. നാം നാളെ ഇതുവരെ മുഖാമുഖമായി കണ്ടിട്ടില്ലാത്ത അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ് എല്ലാവരോടും ഒരുമിച്ച്, അതെ, കാലത്ത് രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധന്മാരുടെ കൂട്ടം. യേശു മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ ചെന്ന് ദുഃഖിച്ചിരുന്നപ്പോൾ മാർത്തയോട് ഒരു വാക്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ചേർന്ന് പറഞ്ഞാട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ക്രിസ്തുവിൽ മരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഈ മൂന്ന് കൂട്ടർ, ശ്രദ്ധിക്കണമേ, ഈ മൂന്ന് കൂട്ടർ രണ്ടും ആവർത്തിക്കണ്ട. ഈ മൂന്ന് കൂട്ടർ നേരെ എവിടേക്കാ ചെല്ലുന്നത് അറിയാമോ? 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 20-ാം അധ്യായത്തിൽ വായിക്കുന്ന മില്ലേനിയം, അതൊരു ലാറ്റിൻ പദമാണ്. 1000 years, 1000 ആണ്ട് വാഴ്ച ഒരുമിച്ച് കർത്താവിനോട് കൂടെ വാഴ്ച. പത്രോസ് ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിക്കും, എന്തോ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ, മനുഷ്യപുത്രൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും ഭരണകർത്താക്കളായി തീരും. ഭൂമിയുടെ വിശുദ്ധന്മാർ ഈ ഭൂമിയെ ഭരിച്ചിട്ടുണ്ടോ? ഉണ്ട്. സ്തോത്രം. ദാനിയേൽ രാജ്യത്തിന്റെ 3-ാമനായി ഈ ഭൂമിയെ ഭരിച്ചിട്ടുള്ളവനായിരുന്നു. ഇന്ന് ഒരു പക്ഷേ പ്രസിഡന്റോ അല്ലെങ്കിൽ അതുപോലുള്ളതായ ഒരു സെനറ്ററോ കോൺഗ്രസ്മാനോ നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് മെമ്പറോ MP ഒന്നുമായില്ലെങ്കിലും വിശുദ്ധന്മാർ ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനായിട്ട് നാം കാതോർത്തിരിക്കുകയാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. രണ്ടാം പുനരുത്ഥാനം എന്ന വിഷയത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നില്ല. നമ്മുടെ കുറിവാക്യം അതല്ലായിരുന്നല്ലോ. ഒന്നുകൂടി ഞാൻ ഈ വാക്യത്തിലേക്ക്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അതെ, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ച. 1000 സംവത്സരം കർത്താവിനോടുകൂടെ നാം വാഴും. ഈ 1000 സംവത്സരം നാം കർത്താവിനോടുകൂടെ വാഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമിയില് സാത്താനെ 1000 വർഷം ചങ്ങലയിലിട്ട് ബന്ധിക്കും. അതിനു മുമ്പ് എതിർ ക്രിസ്തുവിനെ, കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടും. സ്തോത്രം. ഈ 1000 ആണ്ട് കഴിയുമ്പോൾ ഈ സാത്താനെ പിടിച്ച് മറ്റവർ രണ്ടുപേരും കിടക്കുന്ന സ്ഥലത്തേക്ക് തള്ളിയിടും. ഇനിമേൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയില്ല. 19-ാം അധ്യായം കഴിഞ്ഞ് 20-ാം അധ്യായത്തിൽ നാം വന്നു. 21-ാം അധ്യായത്തിൽ എല്ലാം പുതുതായി. ഓരോ വചനങ്ങൾ നാം വായിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ ഒരു പ്രാവശ്യം കൂടി പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തിയല്ലോ. നാം ഇവിടുത്തുകാരല്ല, ഇവിടെ സ്ഥിരമായി വസിക്കേണ്ടവരല്ല. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളവന് അവനിൽ പ്രസാദമില്ല.
കൃപ നൽകട്ടെ. ഒടുവിൽ പാട്ട് പാടുന്നല്ലോ, അതുകൊണ്ട് പാട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒരു പാട്ടിന്റെ 3-4 വരികളൊന്ന് ഓർപ്പിക്കട്ടെ. സ്തോത്രം. സ്നാനപ്പെട്ട് അപ്പൻ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കളഞ്ഞു. വീട്ടിൽ പ്രവേശനമില്ല. പകൽ സുവിശേഷം അറിയിച്ചു വരുമ്പോൾ വാതിലെല്ലാം അടച്ചു. എന്നിട്ട് രാത്രി കപ്പൽ ചുവട്ടിൽ കിടന്നിറങ്ങി. അമ്മ നൊന്ത് പ്രസവിച്ച അമ്മ ഒരു പാത്രത്തിൽ ആഹാരവുമായി കൊണ്ട് കൊടുക്കും. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. എഴുതിയ പാട്ടാണ് ലോകമാ ഗംഭീര വാരിനിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യവിനൊന്നും അവിടെ എത്തി കർത്തനോട് കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ആമേൻ. ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം കേട്ട ദൈവവചനത്തിന്റെ മുൻപാകെ പ്രത്യാശയുടെ വചനങ്ങൾ നാം ഇന്ന് പകൽക്കാലം കേട്ടു. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പ്രത്യാശയോടുകൂടി അവസാന നിമിഷം വരെയും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രത്യാശയോടുകൂടി ജീവിക്കാം. വലിയ പ്രത്യാശയാണ് ദൈവ മക്കൾക്ക് ഉള്ളത്. ചെറിയാൻ സാറിന്റെ ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവിക ഭവനമതിൽ പുതുജീവനൊരുക്കിയവൻ, ദൈവിക ഭവനമതിൽ പുതുജീവനൊരുക്കിയവൻ, ആരുമേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ Amen.
തിരികെ വരാതെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ദിവസം വളരെ അടുത്തിരിക്കുന്ന ആ മെസ്സേജ് ഇന്ന് പകർക്കാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചന മുഖാന്തരം നമ്മുടെ പ്രത്യാശ വീണ്ടും ഉണർത്തി അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്ന ആവശ്യമുണ്ട്. I just received a text message from Brother David. I was not going to say anything, but since I received a text message, I have to say something about it. And he said, Pastor Uncle, thank you for your faithful leadership, prayers, and encouragement. You are a true blessing to our church. Thank you for leading with love and faith. You are a blessing for us all. Thank you for the message. I appreciate that. Usually I don't like things like this. I know this today is actually the pastor's appreciation Sunday, and our state overseer has written something. He made a message on his Facebook page, and he published how the church has to appreciate. And I'm sure Brother David got something from the international office, and they are very big in this kind of stuff. They want the church to appreciate the pastor. I think the greatest appreciation that you give me is your love, your prayer. That's all. I know Pastor John Thomas, he went out to the page and he said something about it, and I told him just take that out, because I don't really like news about me sitting in the Facebook page and doing this and doing that. I normally don't like it. I mean, that is me. I like to be a little humble in the presence of God and in the presence of others. And so I appreciate Brother David on behalf of the church. I know he has done it on behalf of the church. No. As the. No. And you want to say something? Yes. Yeah. Okay, you want to say something? Okay. നമ്മുടെ ദേവദാസൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് അപ്രിഷിയേഷൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. എങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മമ്മി പറഞ്ഞു ഒക്ടോബർ 12-ാം തീയതിയാണോ നമ്മുടെ എന്നാൽ ഒരു വർഷമായി നമ്മുടെ ചർച്ച ആരംഭിച്ചു. തീർച്ചയായിട്ടും അമേരിക്കയിലെ ദേവദാസന്മാരെ ആദരിക്കുന്ന ദിനമാണല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ മധ്യേ 2 ദേവദാസന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നെൽസൺ പാസ്റ്റർ അനേകം മൈലുകൾക്കപ്പുറത്ത് നിന്ന് ഈ ഫോണി സിറ്റിയിലേക്ക് കടന്നു വന്ന് ഇങ്ങനൊരു ചർച്ച ആരംഭിക്കുവാനും ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കരുതൽ തീർച്ചയായിട്ടും അപ്രിഷിയേഷൻ അതൊരു ഫോർമാലിറ്റി ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ചർച്ചയായിട്ട് തീർച്ചയായിട്ടും പാസ്റ്ററോട് ഞങ്ങൾ കടംപെട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ അനേക തിരക്കുകളുടെ സമയത്ത് ദേവദാസൻ ഇവിടെ ഇത്രത്തോളം ദൂരത്തിൽ യാത്ര ചെയ്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ പറയുന്നതിന് കാരണം ഇത് ആ ഒരു സന്ദർഭം അല്ലെങ്കിലും ഇത്ര ദൂരത്ത് നിന്ന് ഈ പ്രായത്തിൽ എന്തിനാണ് ദേവദാസനെ ഇവിടുത്തെ സഭ തുടങ്ങിയെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനോ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഞങ്ങൾ അറിയുന്നു. സോ ഞങ്ങൾ 2 ദേവദാസന്മാരെ ആദരിക്കുന്നു, പ്രത്യേകിച്ച് നെൽസൺ പാസ്റ്റർ,
ദേവദാസനും അതുപോലെ തന്നെ തോളോട് തോള് ചേർന്ന് അവർ ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സോ now Bhavina will come forward and give appreciation for our pastors. So thank you so much, pastors. Both of നെൽസൺ പി ജോൺ. ഈ സമയത്ത് അമ്മാമ്മയുടെ മുമ്പോട്ട് കടന്നതാണ് അതിന്റെ പുറകില് ഈ ദേവദാസന്മാരുടെ പുറകിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അമ്മമാരാണ്. അങ്ങനെ അഭിഷേകത്തിന് ഇവിടെ അമ്മയ്ക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ അത് ഒരുമിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അമ്മയുടെ മുമ്പോട്ട് കടന്നു. Thank you, Pastor. Okay. Thank you. Well, thank you very much, and we appreciate the appreciation. Yeah. Amen. Hallelujah. So last night I called and talked to Pastor Roy Cherian, and he is in India, and he asked me the same question. I told him, can you stop? Let us go ahead and Achan practice avasanipichittu, and then I will share this. Achan practice avasanipichittu. കുട്ടികളെല്ലാം മക്കൾക്കായ നന്ദിയോടെ സ്വാതന്ത്ര്യക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഒത്തുവരുന്നവരെയും പ്രാർത്ഥിക്കാനും കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുറ്റോടെയുള്ള അയൽവാസികളെല്ലാവർക്കും എല്ലാവരും കർത്താവ് സഹായിക്കണം. എല്ലാവരോടെയും സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭയെ കൂട്ടുപെടുത്തി ഇതിന്റെ അതുകളെ വിസ്താരപ്പെടുത്തണേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യയുടെ ക്രിസ്ത്യാനിയുടെ രാജ്യമാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന എല്ലാ പ്രോബ്ലവും കർത്താവോട് സോൾവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരെയും കർത്താവ് ആരോഗ്യത്തോടെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയായിരിക്കും ഞാൻ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രത്യേകതയെ സംബന്ധിച്ച് പ്രാർത്ഥനകളും കുടിയൊരുകളും ചെറുകളെയും മറ്റുള്ളവരും സർവീസ് കർത്താവിന്റെ വലിയേറെ നാമത്തിൽ തന്നെ ആമീൻ. അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമ്മോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ.